നമസ്കാരം. കുട്ടിക്കാലത്ത്, അതായത് ഒരു 6-7 വയസ്സുള്ള സമയത്ത് അച്ഛൻ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകുമ്പോൾ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അപ്പം അമ്മ പറയും, ചെക്കനെ കുട്ടിക്കൂടെ, അതിനൊന്ന് കൊണ്ടുപോയിക്കോളൂ. അച്ഛൻ പറയും, നാണക്കേടാണ്, ആളുകൾ കണ്ടാൽ എന്താ വിചാരിക്കുക. കാരണം ഒരു വീട്ടിൽ നിന്ന് ഒരാളെ അന്നൊക്കെ പോകുമായിരുന്നുള്ളൂ. ഒരു 100-150 അത്ര ആളുകളെ കാണും. അത്രേ കത്തും അടിക്കുകയും കൊടുക്കുകയും ഉള്ളൂ. അന്നൊക്കെ കല്യാണത്തിൻ്റെ തലേന്നത്തെ റിസപ്ഷന് കഴിക്കാൻ ഒരു ഗ്ലാസ് ചായ, ഒരു സ്പൂൺ മിക്സ്ചർ, അതൊരു കവറിലാക്കിയത്, 2 ബിസ്ക്കറ്റ്, ഒരു മൈസൂർ പഴം, ഇത്രയേ ഉണ്ടാകും. അത് തന്നെ പലരും മുഴുവൻ തിന്നുകയില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറി. കല്യാണത്തിൻ്റെ തലേന്ന് അത്ഭുതങ്ങളാണ് ഓരോ വീട്ടിലും നടക്കുന്നത്. ഒരാഴ്ച മുഴുവനും കല്യാണം. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, വെള്ള കല്യാണം, പച്ച കല്യാണം എന്നിങ്ങനെ പറഞ്ഞ് എന്തെല്ലാം ദൂരത്താണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണത്തിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ റിസപ്ഷൻ പോകേണ്ടി വന്നു. ഒരു ടാക്സിയിലാണ് പോയത്. ആ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മഹാസമ്മേളനത്തിൻ്റെ പ്രതീതിയാണ് ഉള്ളത്. റോഡ് മുഴുവനും ഡെക്കറേഷൻ ബൾബുകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്ത് ഡ്രൈവർ വരാൻ തന്നെ 15 മിനിറ്റ് വേണ്ടി വന്നു. ഞാനും ഡ്രൈവറും കൂടി മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയതും സുന്ദരിമാരായ 6 തരുണികൾ സ്വാഗതം പറയാനായി കാത്തു നിൽക്കുന്നു. അവർ വെൽക്കം ഡ്രിങ്ക്സ് കഴിക്കാൻ കാട്ടിത്തന്നു. ഒരു 10 തരം വെൽക്കം ഡ്രിങ്ക്സ് അവിടെ ഉണ്ട്. ഞാനൊന്നും കഴിച്ചില്ല. ഡ്രൈവറോട് കഴിക്കാൻ പറഞ്ഞു. അയാൾ പിന്നെ എത്തിയത് ഒരു വലിയ കവാടത്തിലേക്കാണ്. ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത ഒരു കൊട്ടാരം പോലെയുള്ള കവാടം. അത് കടന്ന് നേരെ നോക്കുന്നത് ദൂരത്ത് ദമ്പതികൾ ഇരിക്കുന്ന സ്റ്റേജിലേക്കാണ് കാഴ്ച. ഈ കവാടം കടന്നു ചെന്നാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരകളാണ് അവിടെയുള്ളത്. ഒട്ടുമുക്കാലും കസേര നിറയെ ആളുകളാണ്. അവർ നമ്മളെ നോക്കിയാണ് ഇരിക്കുന്നത്, ദമ്പതിമാരെയല്ല, നമ്മളെ നോക്കിയാണ് ഇരിക്കുന്നത്. പിന്നീടാണ് കാര്യം മനസ്സിലായത്. ഒരു വലിയ സ്റ്റേജിൻ്റെ അടിയിലൂടെയാണ് നമ്മളങ്ങോട്ട് കടന്നു വരുന്നത്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കലാനിലയം സ്റ്റേജിനെ പോലും അതിശയിപ്പിക്കുന്ന സ്റ്റേജ്. സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ് പോലും ഇതൊക്കെ ഒരുക്കിയത്. ദമ്പതികൾ ഇരിക്കുന്ന സ്റ്റേജിൻ്റെ 2 സൈഡിലും പിറകിലുമായിട്ട് ഭക്ഷണത്തിന് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ അതൊന്നും ഈ ചാനലിൽ പറഞ്ഞാൽ തീരില്ല. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. ആളുകൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഞങ്ങൾ നടന്നു പോകുന്ന മേലത്തെ സ്റ്റേജിലാണ് കലാപരിപാടികളും പാട്ടുകളും ഒക്കെ നടക്കുന്നത്. ദമ്പതിമാരുടെ സ്റ്റേജിൻ്റെ അപ്പുറത്ത് ഒരു ഭാഗത്ത് 10ഓളം സ്റ്റാളുകൾ. അതിൽ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ മിഠായികളും ഉണ്ട്. അതാണ് ഉപ്പിലിട്ടത് മുതൽ ചെറുനാരങ്ങ, ചരണ്ടിയ ഐസ് വരെ അവിടെയുണ്ട്.
വേറൊരു ഭാഗത്ത് എല്ലാവിധ എണ്ണ പലഹാരങ്ങളും അതൊരു ഭാഗം നിറച്ച് വെച്ച് കുറച്ചുകൂടെ മുമ്പോട്ടിടണം. ഒരു ഇടുങ്ങിയ വഴി, അവിടെ ഒരു ബോർഡുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത് അതിശയിച്ചു. അപ്പോൾ ഒന്ന് പോയി നോക്കണമല്ലോ. അവിടേക്ക് പോയി നോക്കി. അവിടെ ഒരു ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പാണ് അവിടെ. അവിടെ എഴുതി വെച്ച ബോർഡിൽ പൂള, പത്തിരി, മീൻ കറി, തലക്കറി, ബോട്ടി, ബീഫ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ബാറ്, അതിൻ്റെ ഒരു ബോർഡ്. ആളുകൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ കഴിക്കാം. ഇത് കഴിച്ച് ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും വിവരിക്കുന്നില്ല. അതിന് മാത്രം അവിടെ ഉണ്ട്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, എന്താ വേണ്ടത് വെച്ചാൽ എടുത്ത് കഴിച്ചോളാൻ. ഡ്രൈവർ എന്തൊക്കെയോ കഴിച്ചു. ഞാനും ഒരു പത്തിരി, കുറച്ച് വെജിറ്റേറിയൻ കറി മാത്രം കഴിച്ചു. കൈ കഴുകാൻ പോയ സ്ഥലത്ത് ഒരു 25 ഐറ്റം ചായ, പിന്നെ ഐസ്ക്രീം. കൈ കഴുകി വരുമ്പോഴാണ് കണ്ടത് ഒരു ഫിഷറീസിൻ്റെ കണ്ടെയ്നർ അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മീനെടുത്ത് കൊണ്ടുവന്നാണ് ആളുകൾക്ക് വറുത്തു കൊടുക്കുന്നത്. ഫ്രഷ്. എല്ലാം കൂടി കണ്ടപ്പോൾ ഒരു കറക്കാനുണ്ടായിരുന്നു. വരുമ്പോൾ ഡ്രൈവർ ചോദിച്ചു, സാർ എന്താ ഒന്നും കഴിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു, വയറ് എൻ്റെതല്ലേ. ഒരു ഗ്ലാസ് ചാമയരി കഞ്ഞിയാണ് രാത്രിക്കുള്ള ഭക്ഷണം. പക്ഷെ ഇന്നത് വീട്ടിൽ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നതാണല്ലോ എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ടാണ് ഒരപ്പം കഴിച്ചത്. ആഹാരം വെറുതെ കിട്ടുന്നതാണ് എന്ന് കരുതി വയറ്റിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ കഴിച്ചാൽ അത് നമുക്ക് തന്നെയല്ലേ വിനയാകുന്നത്. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിച്ചത്. നാം ഓരോരുത്തരും അത് ആലോചിക്കണം. മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കുന്ന ഒരു നേട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ആപത്തിലേക്ക് വഴിതെളിക്കും. ഈ ദൂർത്ത് നാശത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് മാത്രം പറയുന്നു. വെറുതെ എല്ലാവരും ഒന്ന് ആലോചിക്കുക.